പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പ് വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഈ കൂറുമാറ്റവും ശെൽവരാജിൻ്റെ കൂറുമാറ്റവും എല്ലാം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത്. പി സരിൻ്റെ കാലുമാറ്റം, അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യയുടെ കാലുമാറ്റം, ട്രോളി വിവാദം, ഇരട്ട വോട്ട് വിവാദം, വ്യാജ വോട്ട് വിവാദം, അത്തരത്തിൽ പല അനാവശ്യവും ജനങ്ങൾക്കൊന്നും ഈ വിവാദം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത അനാവശ്യമായ പല വിവാദങ്ങളുണ്ടായ എന്തായാലും ഇത് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. കാരണം ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുന്നു, പല നേതാക്കളും കൂറുമാറുന്നു. അങ്ങനെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ പാലക്കാട്ടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. ഈ അവസാന ഘട്ടത്തിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടും ആരാണ് വിജയിക്കുക എന്നത് ഈ അവസാന ഘട്ടവും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ മത്സരിക്കുകയാണ്. വിജയപ്രതീക്ഷ അതോടൊപ്പം തന്നെ മറ്റ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും നാൾ കണ്ടത് LDFും അതോടൊപ്പം തന്നെ UDFും തമ്മിലുള്ള ഒരു മത്സരമാണ്. അത് പൂർണ്ണമായി തന്നെ മാറി. പാലക്കാട്ടിലെ സാഹചര്യം നമുക്കറിയാം. അവിടെ BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും വിട്ടുകൊടുക്കുവാൻ CPMും തയ്യാറാകുന്നില്ല. ഈ അവസാന നിമിഷങ്ങളിൽ എങ്ങനെയാണ് അവിടെയുള്ള അടിയൊഴുക്കുകൾ? ഈ 2011 മുതലാണ് 2006 മുതൽ 2011, 2016, 2021 ഇങ്ങനെ ഈ 4 തെരഞ്ഞെടുപ്പുകളിലായിട്ടാണ് ഈ BJPയുടെ വോട്ട് അവിടെ ഗണ്യമായി കൂടുന്നത്, വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ വരുന്നു, ശ്രീധരൻ വരുന്നു, ശോഭാ സുരേന്ദ്രൻ വരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ 2ാം സ്ഥാനത്ത് വരുന്നു. അതിനുശേഷം ഈ മെട്രോമാൻ 2ാം സ്ഥാനത്ത് വരുന്നു. അതിനു മുമ്പ് രാജഗോപാൽ മത്സരിച്ച സമയത്തൊക്കെ അദ്ദേഹം ഗണ്യമായി വോട്ടിംഗ് ശതമാനം അദ്ദേഹത്തിന് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അതായത് അദ്ദേഹം മത്സരിക്കുന്നത് 1967 തെരഞ്ഞെടുപ്പിലും 70-ലുമാണ്. അന്ന് രാജഗോപാൽ ഈ 70-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 27.42% അന്നത്തെ കാലത്ത് അദ്ദേഹം അത്രയും വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നുണ്ട് രാജഗോപാൽ. അത് 1982-ലാണ്. ആ സമയത്തും അദ്ദേഹത്തിന് കാര്യമായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. 1980-ൽ BJP രൂപീകൃതമായ ശേഷമുള്ള പാലക്കാടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം നിന്നിട്ടുള്ള സമയത്തൊക്കെ വോട്ടിംഗ് ശതമാനം കൂട്ടാനും ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വോട്ട് താഴെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ശ്രീജിത്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അടിയൊഴുക്കുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഏത് തരത്തിലും ബാധിക്കും. പക്ഷേ ഇവിടെ വോട്ടർമാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത്, ഈ ബൈ ഇലക്ഷനിൽ ചർച്ച ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നേതാക്കളുടെ ആമാശയത്തിന് വേണ്ടിയുള്ള ഒരു വിവാദം അത്രയേ ഉള്ളൂ. അതിനകത്ത് സരിൻ ആദ്യം CPMനൊരു സ്ഥാനാർത്ഥിയെ തേടി നടക്കുന്ന സമയത്ത് സരിൻ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് CPMലേക്ക് വരുന്നു. CPMൽ വന്ന് സരിനെ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്യുന്നത്. ഷാഫി പറമ്പലിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് അവിടെ ഉറപ്പിച്ചു. പല എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ ഷാഫി പറമ്പിൽ പറയുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷാഫി വടകരയിലേക്ക് പോകുമ്പോൾ തന്നെ ഷാഫി പറയുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഷാഫി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അത് അവിടെ പാലിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല, കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരാളാണ്. ആ തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. BJPക്കും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, ഇങ്ങനെ പല പേരുകൾ പറഞ്ഞു വരുന്നു. സന്ദീപ് വാര്യയുടെ പേരും എനിക്ക് തോന്നുന്നു ചർച്ചയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടാണ് കൃഷ്ണകുമാറിലേക്ക്, അദ്ദേഹവും അവിടെ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇതൊരു സംഭവബഹുലമായ തിരഞ്ഞെടുപ്പ് കാലമാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ സമയത്തും ഓരോ ദിവസവും പാലക്കാട് എന്നുള്ള വാർത്തകൾ. ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിയേണ്ടതായിരുന്നു. അവിടെ കൽപ്പാത്തി രഥോത്സവം കാരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളത്തേക്ക് 20-ാം തീയതിയിലേക്ക് മാറ്റുന്നത്. 23-ന് റിസൾട്ട് വരികയും ചെയ്യും. 20-ാം തീയതിക്ക് മാറ്റിയപ്പോൾ അതിനിടയ്ക്ക് നടന്ന സംഭവങ്ങൾ. അതിനു മുമ്പ് നമുക്കറിയാം, ഈ സ്ത്രീകളൊക്കെ താമസിച്ചിരുന്നിടത്ത് കയറി പോലീസ് റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തു. മുമ്പ് ട്രോളി ബാഗ് വിവാദം ഉണ്ടാകുന്നു. മുമ്പൊന്നും അങ്ങനെ നേതാക്കന്മാർ താമസിക്കുന്നിടത്തൊന്നും കയറി
പോലീസ് അങ്ങനെ പരിശോധന നടത്തുകയോ ആളുകളെ അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ ഉള്ളിടത്തൊക്കെ വന്ന് കയറി എന്നുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. പോലീസിന് യഥാർത്ഥത്തിൽ അതൊരു തിരിച്ചടിയായി മാറുന്നു. പിന്നീട് ട്രോളി ബാഗ് വിവാദം വരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് 3 പേരും ഇപ്പം 3 പേരും തന്നെ തുടക്കത്തിലെല്ലാം BJP വളരെ പ്രതിസന്ധിയിലായിരുന്നു. വിഭാഗീയത, ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പിന്നെ കൊടകര. അതെ അത് ഈ സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകൽ വന്നപ്പോഴത്തേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടുവന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഇടക്കാലത്ത് BJPയെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായിട്ട് ഈ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണെങ്കിലും ചർച്ചകൾ ഫോക്കസ് ചെയ്ത് പോയത് BJPയുടെ തന്നെ ഒരു ഓഫീസ് സെക്രട്ടറിയുടെ ആ വിവാദമല്ല വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം കവർ ചെയ്യാൻ സഹായിച്ചത് സന്ദീപ് വാര്യറാണ്. അദ്ദേഹത്തിന്റെ ഈ കൂടുമാറ്റം വലിയ രീതിയിൽ തന്നെ BJPയിൽ ഐക്യമുണ്ടാക്കുവാൻ ഈ അവസാന ഘട്ടത്തിൽ സഹായകരമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ തുടക്കത്തിലല്ലേ ഈ വിവാദമല്ല പൂർണ്ണമായി തന്നെ ചിത്രത്തിൽ നിന്ന് തന്നെ BJPയെ തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂരിലുണ്ടായ കള്ളപ്പണ വിവാദം, അവിടെ വിഭാഗീയത കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ BJP പിന്നിലേക്ക് പോയി എന്നുള്ള സത്യമാണ്. അപ്പോഴാണ് സന്ദീപ് വാര്യർ വരുന്നത്. സന്ദീപ് വാര്യർ നിരന്തരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അതാണ് സെൽവരാജിൻ്റെ കാര്യം പറഞ്ഞത്. സെൽവരാജും അന്ന് പോകുന്ന സമയത്ത് VS KK രമയെ കാണാൻ പോയി. അതോടുകൂടി ആ ഇലക്ഷൻ്റെ വിധി രാവിലെ തന്നെ VS വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ VS വടകരയിലെത്തിയ വാർത്ത വരുന്നു, ഫ്ലാഷ് കാണിക്കുന്നു. ഈ ഏറ്റവും ഒരു പിതാവ് ഇങ്ങനെ മകളെ ചേർത്ത് നിർത്തുന്ന പോലെ ഒരു ചിത്രമൊക്കെ TV-യിൽ അതിങ്ങനെ എടുത്ത് കാണിച്ചു തുടങ്ങിയപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകളെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. അത് ഇങ്ങനെ KK രമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിങ്ങനെ ചാനലുകൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വോട്ട് ചെയ്യാൻ പോയവരെല്ലാം വോട്ട് CPM-ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയവർ പോലും എന്നാൽ പിന്നെ ഇത്തവണ ഇങ്ങനെ സെൽവരാജിന്റെ മിടുക്കൊണ്ടൊന്നും അല്ല അവിടെ ജയിച്ചത്. യഥാർത്ഥത്തിൽ VS ആണ് സെൽവരാജിനെ മത്സരിച്ചു. സെൽവരാജ് യഥാർത്ഥത്തിൽ കാണിച്ചത് വേറെ തരത്തിലുള്ള ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത കാര്യമാണ് സെൽവരാജ് കാണിച്ചത്. അതോടെ എനിക്കറിയാം സെൽവരാജ് എന്തായാലും ഇപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ അസ്തമിച്ചുകൊണ്ട് സെൽവരാജ് നമ്മുടെ വിഷയമല്ല. ഇവിടെ തുടക്കം മുതൽ ഇങ്ങനെ സംഭവവിപുലമായി ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ ഇടയ്ക്ക് വന്ന CKP, ഇവർ ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വന്നാണ് CK പത്മനാഭൻ, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സന്ദീപ് പോയതോടുകൂടി BJP കുറച്ചുകൂടെ ജാഗരൂകരായി. പലരെയും കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകും. ഈ സന്ദീപിനെ കൊണ്ടുപോയത് തന്നെ ചർച്ചയൊക്കെ കോയമ്പത്തൂർ വെച്ചാണ് നടത്തിയത്, കേരളത്തിൽ വെച്ചല്ല. കോയമ്പത്തൂർ വെച്ച് രഹസ്യമായി ചർച്ച നടത്തുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ വന്നിട്ട് പാലക്കാട് വന്നിട്ട് ഇതെല്ലാം പ്രഖ്യാപിക്കുന്നത്. അതുപോലെ CKPയും കൊണ്ടുവരാൻ, CKP തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കോൺഗ്രസിലേക്ക് എത്തിച്ചാൽ അതും ഒരു നേട്ടമാകും എന്ന് കോൺഗ്രസ് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതും തടയിട്ടു, BJP അതിനെ തടയിട്ടു. KC വേണുഗോപാലിൻ്റെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനാണ് അവരിരുന്നത്. CKP ഉൾപ്പെടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കാനായിട്ടാണ് ഇരുന്നത്. 35 ദിവസത്തെ പ്രചാരണം കഴിയുമ്പോൾ അവിടെ കൃത്യമായി വോട്ടർമാരെന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. പക്ഷേ അവരെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുള്ള സംഭവ വികാസങ്ങൾ ഉറപ്പായും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ പിന്നാക്കം നിന്ന BJP സന്ദീപ് വാര്യർ ചാടി അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ജയിക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ എല്ലാ വോട്ടുകളും ചെയ്യിപ്പിക്കണം, ഒരു വോട്ട് പോലും പാഴാകരുത്. BJPയിലെ ഒരു വിഭാഗം കൃഷ്ണകുമാറിനെ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്, സന്ദീപ് വാര്യറിനെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. സന്ദീപ് വാര്യറിനെ തിരിച്ചടി നൽകണം, പ്രസ്ഥാനത്തെ ചതിച്ച സന്ദീപ് വാര്യറിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന ലക്ഷ്യത്തോടെ വലിയ രീതിയിൽ BJP അണികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ BJP ജയിക്കും. ഇതല്ല നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ, റിപ്പോർട്ടുകൾ വരുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കം മുതലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ ഘട്ടത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയുള്ള ഒരു എഡ്ജ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവസാനഘട്ടം ഇപ്പൊ കടുത്ത മത്സരം BJPയും UDFും തമ്മിലുള്ള മത്സരമാണ്. പിന്നെ സരിന് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത്. അല്ല സരിൻ ജയിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. കഴിഞ്ഞ തവണ LDF പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ 1000 വോട്ടെങ്കിലും സരിൻ പിടിച്ചാൽ CPM-ൽ സരിന് സ്ഥാനം ഉണ്ടാകും. അതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ സരിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഇതോടുകൂടി അവസാനിക്കും. എന്തായാലും പട്ടിണി കിടക്കില്ല. അല്ല, അദ്ദേഹത്തിന് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറാണ്. അദ്ദേഹത്തിന് പിന്നെ
സിവിൽ സർവീസിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് അല്ല സോറി സിവിൽ സർവീസിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പട്ടിക നടക്കേണ്ടി വരത്തില്ല, അദ്ദേഹത്തിൻ്റെ തൊഴിൽ അറിയാവുന്ന തൊഴിലിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ എന്തായാലും അവസാന നിമിഷത്തെ പൂഴിക്കടകനൊക്കെ ആരാണ് ഈ അണിയറ നീക്കങ്ങൾ നടത്തി വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ നേരിയ വ്യത്യാസം ആർക്കനുകൂലമാകും? അണിയറ നീക്കങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ചില പോക്കറ്റുകളുണ്ട്, അവിടെയൊക്കെ വോട്ട് മറിക്കാൻ പറ്റും. അതൊക്കെ വളരെ നിർണായകമാണ്. അങ്ങനെയാണ് ഈ വലിയ ഇലക്ഷനുകളിലൊക്കെ പലരും തോറ്റു പോകുന്നത്. പണ്ട് കെ കരുണാകരനെയൊക്കെ തോപ്പിച്ച് അങ്ങനെ തൃശ്ശൂർ 1000 വോട്ടിനാണ് അദ്ദേഹം ലോക്സഭാ ഇലക്ഷന് തോറ്റുപോയത്. കോൺഗ്രസ്സുകാർ തന്നെ തോപ്പിക്കുന്ന, വേറെ ആരും തോപ്പിച്ചല്ല, കോൺഗ്രസ്സുകാർ തന്നെ പണിഞ്ഞു തോപ്പിക്കുന്ന. സമാനമായ രീതി തൃശ്ശൂരിൽ പത്മജ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. പത്മജ പരാജയപ്പെട്ടത് വേറെ 1000 വോട്ടിനായിരുന്നു. അതെ അതെ അതെ, അല്ല അത് തോപ്പിക്കുന്ന അവർ തന്നെ തോപ്പിക്കുക, അത് തന്നെ. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനിയിപ്പോൾ കോൺഗ്രസ് തോപ്പിക്കാൻ നിൽക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കണം എന്നുള്ള വാശി, ഈ വാശിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോര് എന്നുള്ളത്. നമുക്ക് 23-ാം തീയതി വരെ ഈ പോരിങ്ങനെ നിൽക്കും. 23-ന് നമുക്കൊരു 12-1 മണിയാകുമ്പോഴത്തേക്ക് അറിയാം ആരാണ് ഇതിനെല്ലാം അതിജീവിച്ച് പാലക്കാടൻ മണ്ണിൻ്റെ ജനപ്രതിനിധിയായി വരുന്നത് എന്നുള്ളത് 23-ന് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.